ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് എല്ലാം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടി അടിച്ചേക്കുക. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CTR അല്ലെങ്കിൽ ക്ലിക്ക് ത്രൂ റേറ്റ് എന്താണ് എന്നതിനെ പറ്റിയാണ്. ഒരു വീഡിയോ യൂട്യൂബിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്, അനലിറ്റിക്സ് പോയി നോക്കി കാണാവുന്നതാണ് CTR. എന്താണ് ഈ CTR കൂടിയാലുള്ള കുഴപ്പം എന്താണ്, CTR കുറഞ്ഞാലുള്ള കുഴപ്പമാണ് എന്നതിനൊക്കെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കാണുക. സോ ഇതിൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ CTR എന്ന് പറഞ്ഞാൽ എന്താണ്? CTR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിനകത്ത് നമ്മുടെ വീഡിയോയുടെ തമ്പനയിൽ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ യൂട്യൂബ് എത്ര പ്രാവശ്യം റെക്കമെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര പ്രാവശ്യം യൂട്യൂബ് ഡിസ്പ്ലേ ചെയ്യുന്നു, അതിൽ എത്ര തവണ ഓരോ വ്യൂവേഴ്സ് ക്ലിക്ക് ചെയ്യുന്നു എന്നതാണ് CTR. അതായത് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മെയിനായിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് നമ്പർ ഓഫ് പീപ്പിൾ ക്ലിക്ക് ഓൺ യുവർ വീഡിയോ, അതായത് നമ്പർ ഓഫ് പീപ്പിൾ ക്ലിക്ക് ഓൺ യുവർ വീഡിയോ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇംപ്രഷൻ. അതായത് യൂട്യൂബ് ഇപ്പോൾ നമ്മുടെ വീഡിയോസ് പല സ്ഥലങ്ങളിലും റെക്കമെൻഡ് ചെയ്യുന്നുണ്ടാവും. അതായത് റെക്കമെൻഡേഷനിൽ പോകുന്നുണ്ടാവും, സെർച്ചിൽ പോകുന്നുണ്ടാവും, അതുപോലെ തന്നെ ചാനലിൻ്റെ ഹോം പേജിൽ പോകുന്നുണ്ടാവും, അതല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൻ്റെ ഹോം പേജിൽ പോകുന്നുണ്ടാവും. എല്ലായിടത്തും നമ്മുടെ വീഡിയോൻ്റെ തമ്പനയിൽ യൂട്യൂബ് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൽ ഡിസ്പ്ലേ ചെയ്ത് ഒരു 100 പ്രാവശ്യം ഡിസ്പ്ലേ ചെയ്ത് നോക്കുക. ആ 100 പ്രാവശ്യം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു 10 പേര് ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 10 ഡിവൈഡഡ് ബൈ 100%, അതായത് 10% ആണ് നമ്മുടെ വീഡിയോന്റെ ക്ലിക്ക് ത്രൂ റേറ്റ്. ഓക്കെ, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് നമ്പർ ഓഫ് പീപ്പിൾ ക്ലിക്ക് ഓൺ യുവർ വീഡിയോ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇംപ്രഷൻ എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്ര തവണ യൂട്യൂബ് നമ്മുടെ വീഡിയോയുടെ തമ്പനയിൽ ഡിസ്പ്ലേ ചെയ്തു എന്നതാണ് നമ്പർ ഓഫ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ CTR കൂടിയാലും കുഴപ്പമാണ്, CTR കുറഞ്ഞാലും കുഴപ്പമാണ് എന്ന് പറയും. അപ്പോൾ CTR കൂടിയാലുള്ള കുഴപ്പം എന്താണ്, CTR കുറഞ്ഞാലുള്ള കുഴപ്പമാണ് എന്നതിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ഗ്രാഫിക്കൽ എക്സ്പ്ലനേഷൻ ആണത്. അത് CTR വളരെ കുറവ്. ഓക്കെ, ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് CTR വളരെ കുറവ്. ആ കേസിൽ ഇംപ്രഷൻ വളരെ കുറവായിരിക്കും, ആ കേസിൽ വ്യൂവും വളരെ കുറവായിരിക്കും. ഓക്കെ, അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ വീഡിയോന്റെ പൂർ വീഡിയോന്റെ ടൈറ്റിൽ വളരെ മോശമായിരിക്കും, അല്ലെങ്കിൽ ടൈറ്റിൽ ഒരു എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ വ്യൂവേഴ്സിന് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ടൈറ്റിലായിരിക്കും. അതിന്റെ തമ്പനയിൽ ചിലപ്പോൾ ഒരു സുഖമില്ലാത്ത തമ്പനയിലായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ കണ്ടന്റ്, ആ പർട്ടിക്കുലർ വീഡിയോന്റെ കണ്ടന്റ് ഒരു സുഖമില്ലാത്ത കണ്ടന്റ് ആയിരിക്കും. ഓക്കെ, ഈ 3 റീസണാണ് മെയിനായിട്ടും നമ്മുടെ ഈ CTR കുറഞ്ഞു പോകുന്നതിനും അല്ലെങ്കിൽ ഇംപ്രഷൻ കുറഞ്ഞു പോകുന്നതിനും വ്യൂ കുറഞ്ഞതിനും. CTR കുറഞ്ഞെങ്കിൽ സ്വാഭാവികമായിട്ട് യൂട്യൂബ് അത് റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇംപ്രഷനും വ്യൂവും സ്വാഭാവികമായിട്ടും കുറഞ്ഞു പോകും. ഓക്കെ, അടുത്ത കേസ് പറയുന്നത് CTR കുറവായിരിക്കും എന്നാൽ ഇംപ്രഷൻ കൂടുതലായിരിക്കും, അപ്പോൾ വ്യൂവും കൂടുതലായിരിക്കും. അതായത് അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഡ് വീഡിയോ അല്ലെങ്കിൽ നല്ല അപ്പിലുള്ള വീഡിയോ, അതായത് യൂട്യൂബിൽ നമ്മൾ കാണുമ്പോൾ തന്നെ വീഡിയോന്റെ കണ്ടന്റ് വളരെ സൂപ്പർ ആയിരിക്കും, അതുപോലെ നല്ല എല്ലാവരും കാണാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ അതിന്റെ CTR, അതായത് ഇംപ്രഷൻ ഈ പറഞ്ഞ യൂട്യൂബ് ചിലപ്പോൾ 1 lakh 2 lakh 3 lakh ഒക്കെ ആയിരിക്കും ചിലപ്പോൾ യൂട്യൂബ് നമ്മുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടാവുക. ആ 1 lakh to 3 lakh പ്രൊമോട്ട് ചെയ്തതിൽ തന്നെ വ്യൂസും വളരെ കൂടുതലുണ്ടാവും. അപ്പം അങ്ങനെ വരുമ്പോൾ ഡിവൈഡ് ചെയ്ത് നോക്കുന്ന സമയത്ത് വ്യൂ ഡിവൈഡ് ബൈ ഇംപ്രഷൻ എന്ന് പറയുമ്പോൾ CTRന്റെ പെർസെൻറ്റേജ് വളരെ താഴ്ന്നു നിൽക്കും. ഓക്കെ, അതാണ് സെക്കൻഡ് കേസ് വരുന്നത്. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CTR വളരെ കൂടുതൽ, ഇംപ്രഷനും വ്യൂവും വളരെ കുറവ്. ഓക്കെ, അതാണ് അടുത്ത കേസ് പറയുന്നത്. അതായത് ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ചാനലിന്റെ വീഡിയോസ്, അതായത് ഏതെങ്കിലും പർട്ടിക്കുലർ എന്താ പറയുക ഒരു ബ്രാൻഡിന്റെ വീഡിയോസ് ഒക്കെ വരുന്ന കേസുകളിൽ അതായത് CTR വളരെ കൂടുതലായിരിക്കും. എന്നാൽ അവർക്ക് ഇംപ്രഷൻ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പുറത്തേക്കൊന്നും റെക്കമെൻഡ് ചെയ്യുന്നുണ്ടാവില്ല, അവർ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് വേണ്ടി മാത്രമായിരിക്കും ചിലപ്പോൾ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അതിൽ യൂട്യൂബ് ചിലപ്പോൾ 100 പേർക്ക് ആയിരിക്കും ചിലപ്പോൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു 200 പേർക്കായിരിക്കും യൂട്യൂബ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ആ 200 പേര് റെക്കമെൻഡ് ചെയ്ത് ചിലപ്പോൾ 200 പേര് കണ്ടിട്ടുണ്ടാവും. സബ്സ്ക്രൈബേഴ്സ് മാത്രമായിരിക്കും കാണുന്നത്, വേറെ അധികം ആൾക്കാർക്ക് ഒന്നും വേണ്ടിയിട്ട് യൂട്യൂബ് ചിലപ്പോൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർസെൻറ്റേജ് എടുക്കുന്ന സമയത്ത് CTR വളരെ കൂടുതലായിരിക്കും, എന്നാൽ ഇംപ്രഷനും വ്യൂവും ആ പർട്ടിക്കുലർ വീഡിയോസിന് ഇംപ്രഷനും വ്യൂവും വളരെ കുറവായിരിക്കും. ഓക്കെ, അടുത്ത 4ാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് CTR വളരെ കൂടുതൽ, ഇംപ്രഷൻ വളരെ കൂടുതൽ, വ്യൂ വളരെ കൂടുതൽ. അതായത് യൂട്യൂബ് അത് എന്താ പറയുക ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും
ഏതെങ്കിലും കാർട്ടൂണുകളുടെ വീഡിയോസ് അല്ലെങ്കിൽ ഏതെങ്കിലും സെലിബ്രിറ്റീസിന്റെ വീഡിയോസ് ഇതിലൊക്കെ CTR വളരെ വളരെ കൂടുതലായിരിക്കും നിൽക്കുന്നത്. അതിൽ കുറെ ഇംപ്രഷൻ, അതായത് യൂട്യൂബ് കുറെ സ്ഥലങ്ങളിൽ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടാവും. ആ കുറെ സ്ഥലങ്ങളിൽ റെക്കമെൻഡ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ കുറെ ആൾക്കാർ ഇത് കാണുന്നുണ്ടാവും. ഓക്കെ, അങ്ങനെ വരുന്ന വീഡിയോസിനൊക്കെയാണ് ഈ പറഞ്ഞ CTR കൂടുതലും, ഇംപ്രഷൻസ് കൂടുതലും, വ്യൂ കൂടുതലും വരുന്നത്. ഇതാണ് 4 മെയിൻ ആയിട്ടുള്ള കാറ്റഗറീസ് വരുന്നത്. ഓക്കെ, അടുത്തുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഈ വീഡിയോസിന്റെ CTR നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക. CTR കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം, അല്ലെങ്കിൽ CTR കൂടി കഴിഞ്ഞാൽ അത് കുറഞ്ഞു പോകുന്ന റീസൺ എന്തൊക്കെയാണ്. അപ്പൊ ഏതെങ്കിലും വീഡിയോസിന്റെ CTR വളരെ കുറവാണെന്ന് തോന്നുക, അത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഫസ്റ്റത്തെ അതിന്റെ തമ്പനയിൽ. ഓക്കെ, ആ തമ്പനയിൽ നമുക്ക് എത്രമാത്രം ബെറ്റർ ആക്കാൻ പറ്റുന്നു, അത് പെട്ടെന്ന് നിങ്ങളുടെ ചാനലിൽ കിടക്കുന്ന ഒരു വീഡിയോസിന്റെ വ്യൂ വളരെ കുറവായി തോന്നുന്നുണ്ടെങ്കിൽ അപ്പൊ അതിനർത്ഥം ചിലപ്പോൾ ആ വീഡിയോയുടെ തമ്പനയിൽ വളരെ മോശമായിരിക്കും, അല്ലെങ്കിൽ ആ തമ്പനയിൽ എന്താണ് ആ വീഡിയോ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാവില്ല. അപ്പൊ ഇപ്പൊ കിടക്കുന്ന തമ്പനയിൽ മാറ്റി ഒരു പുതിയ തമ്പനയിൽ ഒരു കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു തമ്പനയിൽ അപ്ലോഡ് ചെയ്യുക. ആ തമ്പനയിലകത്ത് എന്താണ് ആ പർട്ടിക്കുലർ വീഡിയോ എന്നതിനെ പറ്റി ഒരു എക്സ്പ്ലനേഷൻ കാര്യങ്ങളും കൊടുത്തേക്കുക. ഓക്കെ, ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ എടുത്ത് തന്നെ കാണാം. ആദ്യത്തെ നമ്മൾ എന്താണ് ആ വീഡിയോ എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടില്ല. ഇത് നമ്മുടെ ഒരു സുഹൃത്തിന്റെ വീഡിയോ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ആയിരുന്നു. ഫസ്റ്റ് അപ്ലോഡ് ചെയ്ത സമയത്ത് ആ വീഡിയോ അധികം മൂവ്മെന്റ് ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ആ ചാനലിനകത്ത് പുള്ളി എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തമ്പനയിൽ ഒന്ന് ചേഞ്ച് ചെയ്തു, ടൈറ്റിലും ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കി. ആ ടൈറ്റിലും തമ്മിൽ ചേഞ്ച് ചെയ്ത സമയത്ത് പെട്ടെന്ന് അതിന് വ്യൂ വളരെ വ്യത്യാസം വരിക. അത് നമ്മൾ രണ്ടാമത് കൊടുത്തിരിക്കുന്ന തമ്പനയിലേക്ക് മാറ്റുകയും അതിനുശേഷം അതിന്റെ ടൈറ്റിലും ചെറിയൊരു മാറ്റം വരുത്തി. ആ ടൈറ്റിലും മാറ്റം വരുത്തിയപ്പോൾ അത് കഴിഞ്ഞ ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഏകദേശം ഒരു 15K അടുത്ത് വ്യൂ പെട്ടെന്ന് കയറി. അപ്പോൾ അത് എന്താ പറയുക, തമ്പനയിലിന്റെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ വീഡിയോന്റെ CTR കൂടുന്നതും വീഡിയോ കൂടുതൽ വ്യൂ കിട്ടുന്നതും. അതാണ് ഒരു കാറ്റഗറി, ഒരു റീസൺ, അല്ലെങ്കിൽ ഒരു മെയിൻ ആയിട്ടുള്ള എന്താ പറയാ വീഡിയോ CTR കൂടുന്നതിനുള്ള ഒരു കാരണം. രണ്ടാമത്തേതെന്ന് പറയുന്നത് ടൈറ്റിൽ. ഓക്കെ, നമുക്ക് ടൈറ്റിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് പല രീതിയിൽ ടൈറ്റിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു ആന ലോറിയിൽ നിന്നും ഇറങ്ങിയപ്പോൾ, അതാണ് ഒരു ടൈറ്റിൽ. രണ്ടാമത് തന്നെ ഒരു ടൈറ്റിലാണ് ആന ലോറിയിൽ നിന്നും ചാടി ഇറങ്ങിയപ്പോൾ. അപ്പൊ എപ്പോഴും ആന ലോറിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്ന് പറഞ്ഞാൽ ആരും ചിലപ്പോൾ കാണാൻ താല്പര്യം ഉണ്ടാവില്ല. ഓക്കെ, എപ്പോഴും ഇറങ്ങണതല്ലേ. പക്ഷെ ആന ലോറിയിൽ നിന്ന് ചാടി ഇറങ്ങിയപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, എന്നുള്ളൊരു ആകാംക്ഷ ഈ വ്യൂവേഴ്സിന്റെ ഇടയിൽ ഉണ്ടാവും. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ യൂട്യൂബ് അത് 100 പ്രാവശ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത് കാണുന്ന ആൾക്കാർ അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും, എന്താണ് എന്ന് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ആകാംക്ഷ ഉള്ളതുകൊണ്ട് അവർ ക്ലിക്ക് ചെയ്ത് നോക്കും. ഓക്കെ, അപ്പോൾ ആ കേസിൽ നമുക്ക് CTR വളരെ കൂടി കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ മെത്തഡുകൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങളുടെ ഏതെങ്കിലും വീഡിയോസിന് വ്യൂ കുറവായി തോന്നുകയാണ്, അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമുക്ക് ഈ വീഡിയോസിന്റെ തമ്പനയിലും അല്ലെങ്കിൽ ടൈറ്റിലും ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്തി നോക്കാവുന്നതാണ്. ഞാൻ എൻ്റെ 1-2 വീഡിയോസിൽ അത് ട്രൈ ചെയ്ത് നോക്കിയിരുന്നു, അത് വളരെ എഫക്റ്റീവ് ആയിരുന്നു. എനിക്ക് വ്യൂ കുറഞ്ഞു നിന്നിരുന്ന എൻ്റെ പഴയ കുറച്ച് വീഡിയോസ് ഞാനൊന്ന് ടൈറ്റിലൊക്കെ മാറ്റി നോക്കിയപ്പോൾ, തമ്പനയിൽ മാറ്റി നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് വ്യൂസ് വളരെ പെട്ടെന്ന് 1K ഒക്കെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടി, ഇപ്പോൾ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ നോക്കിയാൽ ഓക്കെ, ആ വീഡിയോസിന് അത്യാവശ്യം നല്ല ഹിറ്റ് എന്താ പറയുക ക്ലിക്ക് ഉണ്ട്, നല്ല വ്യൂ കിട്ടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണെങ്കിൽ പെട്ടെന്ന് അതിന്റെ തമ്പനയിലും കാര്യങ്ങളൊക്കെ മാറ്റാണ്ടിരിക്കുക നല്ലത്. കാരണം അത് ഇപ്പൊ നിൽക്കുന്ന രീതിയിൽ അത്യാവശ്യം തിരക്കില്ലാത്ത രീതിയിൽ നല്ല വ്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമുക്ക് തമ്പനയിൽ നിന്ന് പെട്ടെന്ന് മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ വ്യൂ താഴ്ന്നു പോകുന്നതിനും ഒക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നമ്മുടെ കോമ്പറ്റീറ്റർ ഇപ്പൊ നമ്മുടെ ചാനലിനകത്ത് ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ നമ്മുടെ ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്ററായി നിൽക്കുന്ന മറ്റൊരു ചാനൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോമ്പറ്റീറ്ററായി നിൽക്കുന്ന മറ്റൊരു ചാനലിനകത്ത് സെയിം കണ്ടന്റ് ഉള്ള വീഡിയോ വന്നു നോക്കുക. ഒക്കെ വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ വീഡിയോക്ക് വ്യൂ കുറഞ്ഞു പോകാൻ തോന്നുകയാണെങ്കിൽ നമ്മുടെ വീഡിയോന്റെ ടൈറ്റിലും തമ്പനയിലും ഒന്ന് മാറ്റി നോക്കുക. അപ്പോൾ അത് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ, അത് വളരെ ശ്രദ്ധിക്കേണ്ട കേസാണ്, വളരെ ഫോളോ ചെയ്ത് മാത്രം ചെയ്യേണ്ട കേസാണ്, അല്ലാതെ ചാടി കയറിയൊന്നും ചെയ്യരുത്. കാരണം ഫോളോ ചെയ്ത് യൂട്യൂബിന്റെ സ്റ്റുഡിയോന്റെ അനാലിറ്റിക്സ് അത് കയറി നോക്കിയതിന് ശേഷം മാത്രം മാറ്റങ്ങൾ ഉണ്ടോ എന്ന് അറിഞ്ഞ് നോക്കിയതിന് ശേഷം കണ്ടതിന് ശേഷം മാത്രം ചേഞ്ചസ് വരുത്തുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഈ CTRനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ തമ്പനയിലെ പറ്റി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ,
ഇനിയും നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവേത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.